വിശുദ്ധ റമളാനിൽ വ്രതമനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നത് ഇസ്ലാം മനുഷ്യരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാരുണ്യമാണ്. നോമ്പെടുക്കാൻ സാധ്യമാകാത്ത രോഗികൾ, അതുപോലെ തന്നെ യാത്രയിൽ ബുദ്ധിമുട്ടാണെങ്കിൽ യാത്രക്കാർ, ഇതേപോലെയുള്ള കാരണങ്ങളുള്ള ആളുകൾ അവരുടെ നോമ്പ് ആ സമയത്ത് ഒഴിവാക്കുകയും സാധിക്കുമെങ്കിൽ പിന്നീട് നോറ്റ് വീട്ടുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. മറ്റു ദിവസങ്ങളിൽ അവർ ആ എണ്ണം പൂർത്തിയാക്കട്ടെ എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. രോഗി എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുണ്ടാകും രോഗികൾ. ശിഫയാകും, ശമനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന രോഗികൾ. ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പനുഷ്ഠിക്കുവാൻ സാധ്യമല്ല എന്നവർക്ക് ബോധ്യമാവുകയോ, അതല്ലെങ്കിൽ കഴിവുറ്റ ഒരു ഡോക്ടർ അവരോട് നോമ്പെടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കൃത്യമായി വിശ്വസ്തമായ നിലയ്ക്ക് തന്നെ പറയുകയും ചെയ്താൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയതിൻ്റെ ശേഷം അനുഷ്ഠിക്കുകയും ചെയ്താൽ മതി. അതേപോലെ തന്നെ യാത്രക്കാരും, യാത്രയിലും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടോ യാത്രയിൽ അവന് ഒഴിവാക്കാം, ബുദ്ധിമുട്ടില്ലേ എടുക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ യാത്രയിൽ അവൻ നോമ്പ് എടുക്കുന്നതായിരിക്കും ഉത്തമം. ബുദ്ധിമുട്ടാണെങ്കിലോ നോമ്പ് എടുക്കേണ്ടതില്ല, എടുക്കാതിരിക്കലാണ് നല്ലത്. ഇതൊക്കെ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളാണ്. എന്നാൽ വയോവൃദ്ധരായ ആളുകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായാധിക്യമുണ്ട്. നോമ്പനുഷ്ഠിക്കുവാൻ ഇനി അവർക്കൊരു പ്രതീക്ഷയില്ല, അതിനുള്ള ആരോഗ്യവുമില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഫഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. വളരെ ഞെരുങ്ങിയാലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്ത, അതല്ലെങ്കിൽ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള വയോവൃദ്ധന്മാർ, അതുപോലെ തന്നെ മാറും എന്ന ഒരു പ്രതീക്ഷയുമില്ലാത്ത രോഗികൾ, അവർക്കൊക്കെ എന്താണ് ഇസ്ലാം പരിഹാരം പറഞ്ഞത്? ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഒരു മിസ്കീനിന് ആഹാരം നൽകുക എന്ന പ്രായശ്ചിത്തമാണ് അവർ ചെയ്യേണ്ടത്. ഇവിടെയാണ് സഹോദരങ്ങളെ പല ആളുകളും ചോദിക്കാറുള്ളത്, എത്രയാണ് ഈ ഫിദിയ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ഫിദിയ കൊടുക്കേണ്ടത് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നാണ്. ഒരഗതിക്കുള്ള ആഹാരം, ഭക്ഷണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള വിവരണങ്ങളിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ എത്രയാണ് അതിൻ്റെ തോത്, അളവ് അവർ നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു സ്വാഴ് എന്ന് പറഞ്ഞവരും അര സ്വാഴ് എന്ന് പറഞ്ഞവരുമൊക്കെയുണ്ട്. ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാമും 40 ഗ്രാമിലും അപ്പുറം വരുമത്. അരിയോ ഒക്കെ തൂക്കുമ്പോൾ, ഗോതമ്പാകുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാളും തൂക്കം കൂടിയേക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അര സ്വാഴ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അര സ്വാഴ് ആകുമ്പോൾ ഒരു 1.25 കിലോ. ഗോതമ്പ് മറ്റേതൊരു 2.5 ആകുമ്പോൾ ഇതൊരു 1.25 കിലോ, ഏകദേശം 1 കിലോയിൽ കൂടുതൽ, ഒരു 1.25 കിലോ. ആ നിലക്ക് നാട്ടിലുള്ള മുഖ്യ ആഹാരം എന്താണോ അതാണ് നൽകേണ്ടത്. അത് നമുക്ക് ത്വആമായിക്കൊണ്ട്, ഭക്ഷണം വേവിച്ച് പാകം ചെയ്തുകൊണ്ട് ഒരു നേരത്തെ ആഹാരം ഒരു അഗതിക്ക് നമുക്ക് നൽകാവുന്നതാണ്. ഇതുകൊണ്ട് പാകം ചെയ്തിട്ട് ഒരു നേരത്തെ ആഹാരം എന്ന് പറയുമ്പോൾ വെറും ചോറ് കൊടുത്താൽ പോരല്ലോ, അതിലേക്കുള്ള കറിയും മറ്റു അത്യാവശ്യമായ
ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ സ്വീകരിക്കുന്ന നിലക്കുള്ള മിതമായ ഒരു ഫുഡ്, ഒരു നേരത്തെ ആഹാരം, അതാണ് ഒരു നോമ്പിന് പകരമായി നൽകേണ്ടത്. ഇനി ധാന്യമാണ് കൊടുക്കുന്നതെങ്കിൽ, വേവിക്കാതെയാണ് കൊടുക്കുന്നതെങ്കിൽ, ആ ധാന്യം കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനാവില്ലല്ലോ. അതിൻ്റെ കൂടെ അത് പാചകം ചെയ്ത് ഒരു നേരത്തെ ആഹാരമായി അവർക്ക് കഴിക്കാവുന്ന വിധത്തിൽ അതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി നൽകുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞു കാണുന്ന ഒരഭിപ്രായം. ഇനി അത് തന്നെയും 30 നോമ്പ് ബാക്കിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസാന സമയത്ത് വേണമെങ്കിൽ 30 അഗതികളെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം അവർക്ക് നൽകിയാലും മതി. മഹാന്മാരായ ചില സ്വഹാബികളൊക്കെ വയോവൃദ്ധരായ കാലഘട്ടത്തിൽ അപ്രകാരം ചെയ്തിട്ടുള്ളതായി ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം അതാണ് ഫിദിയയുടെ ഏകദേശമുള്ള ഒരു കണക്കും രൂപവും. ഇതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഗർഭിണികളായ സ്ത്രീകൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മമാർ. ഈ ഗർഭിണികളായ സ്ത്രീകളും മുലയൂട്ടുന്ന ഉമ്മമാരുമൊക്കെ അവർക്ക് നോമ്പെടുക്കുവാൻ സാധിക്കില്ലെങ്കിൽ, ചില സഹോദരിമാർക്ക് കഴിയും, ഗർഭിണിയാണെങ്കിലും അവരെ കൊണ്ട് കഴിയില്ലെങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കുവാൻ അവർക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീങ്ങിയതിൻ്റെ ശേഷം ഈ 2 വിഭാഗവും പിന്നീട് അവർ നോറ്റുവീട്ടിയാൽ മതി. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം. എന്നാൽ ഈ ബാക്കിയുള്ള നോമ്പ് അടുത്ത റമദാൻ വരുന്നത് വരെയും അലസത കാരണത്താൽ, മറ്റു പ്രയാസങ്ങൾ കൊണ്ടൊന്നുമല്ല, അലസത കാരണത്താൽ അതങ്ങനെ വേണ്ടാന്ന് വെച്ചു, പിന്നെ അങ്ങനെ മടി പിടിച്ചു, അങ്ങനെ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീടവർ അനുഷ്ഠിക്കുമ്പോൾ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം പ്രായശ്ചിത്തം കൂടി നൽകണം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പല തെളിവുകളും അതിന് ഉദ്ധരിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ളതൊന്നുമല്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോറ്റുവീട്ടിയാൽ മതി. ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഇതിൽ തന്നെ മഹാന്മാരായ ചില സഹാബിമാരും, ഉദാഹരണത്തിന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പോലെയുള്ള പ്രഗത്ഭരായ ചില സഹാബിമാരുടെ വീക്ഷണപ്രകാരം ഗർഭിണികൾക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന ഉമ്മമാർക്കുമൊക്കെ അവരുടെ പ്രയാസങ്ങൾ കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. ഒരു ഗർഭം കഴിഞ്ഞു, അതിന് അടുത്ത വർഷം വരുമ്പോൾ പിന്നെ മുലയൂട്ടലായി, പിന്നെയും ഒരുപക്ഷെ ഗർഭം ധരിച്ചേക്കും. അപ്പോൾ അവർക്ക് ഇത്രയും പ്രയാസകരമായ ഒരു കൊല്ലം അറിഞ്ഞു പോകുമ്പോഴേക്ക് 30, ചിലപ്പോൾ 2 വർഷത്തേക്ക് നോമ്പൊക്കെ അവർക്ക് ബാക്കിയായി വരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് അവരെയും രോഗം വളരെയേറെ വയോവൃദ്ധരായ ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടേതുപോലെ ഇവരും എന്ത് ചെയ്താൽ മതി? നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, അവർ പ്രായശ്ചിത്തം മാത്രം നൽകിയാൽ മതി എന്ന വീക്ഷണമാണ് ഈ 2 പ്രഗത്ഭരായ സഹാബിമാരടക്കമുള്ള മറ്റു ചില ആളുകളിൽ നിന്ന്, പ്രഗത്ഭരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ മഹാന്മാരായ 2 സഹാബിമാരുടെയും, ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അവരുടേതായി വന്ന ഒരു വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ ഖാഫത്തിൽ ഹാമിലു അലാ നഫ്സിഹാ വൽ മുർദിഉ അലാ വലദിഹാ ഫീ റമദാൻ. അതായത് ഒരു ഗർഭിണി തൻ്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു, അതല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു റമദാനിൽ, എങ്കിൽ യുഫ്തിറാനി, അവർക്ക് നോമ്പ് എടുക്കേണ്ടതില്ല, അവർ നോമ്പ് മുറിക്കാം. വയുത്ഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീന, എല്ലാ ദിവസത്തിനും പകരമായി കൊണ്ട് അവർ ഒരു അഗതിക്ക് ആഹാരം നൽകിയാൽ മതി. വലാ യഖ്ദിയാനി സൗമ, അവർ ഇരുവരും എന്ത് ചെയ്യേണ്ടതില്ല? നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല എന്ന വീക്ഷണം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ ചോദിച്ചു, ഒരു ഗർഭിണിയാണ്, ഗർഭിണിയായ ഒരു ഉമ്മയുടെ വിഷയത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞത്, അൻതി ബി മൻസിലത്തില്ലദി ലാ യുതീഖുഹു അലൈകി, അതായത് അൻതി ബി മൻസിലത്തില്ലദി ലാ യുതീഖുഹു,
വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വളരെ പ്രയാസത്തോടുകൂടെ അല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ വകുപ്പിലാണ്, ആ സ്ഥാനത്താണ് നീയുള്ളത്. അതുകൊണ്ട് അലൈക്കി അൻ തുത്ഇമി മകാന കുല്ലി യൗമിൻ മിസ്കീന വലാ ഖദാ അലൈക്കി, നീ അതിൻ്റെ ഓരോ ദിവസത്തിനും പകരമായി കൊണ്ട് ഒരു അഗതിക്ക് ആഹാരം നൽകിയാൽ മതി, നിനക്ക് അത് ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് വന്ന സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നംറഅതഹു സഅലതുഹു വഹിയ ഹുബ്ല, ഗർഭിണിയായിരിക്കുന്ന വേളയിൽ മഹാനവറുകളുടെ ഭാര്യ ഈ വിഷയകമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഫഖാല അഫ്തിരി വ അത്ഇമി അൻ കുല്ലി യൗമിൻ മിസ്കീന വലാ തഖ്ലി, നീ നോമ്പ് മുറിച്ചോളൂ, ഒഴിവാക്കാം, അതേപോലെ തന്നെ ഓരോ ദിവസത്തിനും പകരമായി നീ ഒരു അഗതിക്ക് ഭക്ഷണം നൽകിയാൽ മതി, ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞതായും ഇമാം ദാറഖുത്നിയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഭൂരിപക്ഷ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ന്യൂനപക്ഷം പ്രഗത്ഭരായ സഹാബിമാരിൽ നിന്ന് തന്നെയും ഇങ്ങനെ അവർ നോറ്റ് വീട്ടേണ്ടതില്ല, അവർ പ്രായശ്ചിത്തം മാത്രം കൊടുത്താൽ മതി എന്ന വീക്ഷണവും ഉണ്ട്. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുള്ളതാണ്. ഏതായിരുന്നാലും ഈ അവസാനം പറഞ്ഞ ഈ വീക്ഷണത്തെ തീരെ കഴിയാത്ത ഇത്തരത്തിൽ അടിക്കടി ഉടനെ പ്രസവം, അതുപോലെ തന്നെ മുലയൂട്ടൽ, ഇങ്ങനെയൊക്കെ മേൽക്കുമേൽ അത് വർദ്ധിച്ചു വരുമ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെയുള്ള സഹോദരിമാർക്ക് അവർക്കൊരു പക്ഷേ വീട്ടിയെടുക്കുവാൻ കഴിഞ്ഞോളണമെന്നില്ല. അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഈ അഭിപ്രായം അവർക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും ഈ വിഷയത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ പണ്ഡിതാഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് ഈ രൂപത്തിലൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത്. സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകൾ തിരിക്കുമാറാകട്ടെ.